ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ന്യൂ വ്ളോഗിലോട്ട് എല്ലാവർക്കും വെൽക്കം. എനിക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻട്രോ പറയേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്യുന്നത്. ബട്ട് കുറച്ച് ചെയ്ത് പോകുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഒരു ചെറിയൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. എൻ്റെ കസിൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നാളെ സൺഡേ ആണ്, സാറ്റർഡേ ആണ്. അപ്പോൾ നാളെ നമുക്ക് എവിടെയെങ്കിലും പോവാം. ഒന്നും പ്ലാനിങ് അല്ല. എവിടെ പോകണം, അട്ടപ്പാടി പോകണോ, നെല്ലിയാമ്പതി പോകണോ, ഇനി രണ്ടുമല്ല നമുക്ക് കടയിൽ പോയാലോ, ലൈക്ക് അങ്ങനെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് പറയുക, അപ്പോൾ നോക്കി ചെയ്യാം. ഞാൻ വ്ളോഗൊക്കെ വലിയ കാര്യത്തിൽ എടുക്കുക. പിന്നെ എനിക്ക് എല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ വേണോ, അയ്യോ വന്നെന്താ പറയുക, കോമാളിത്തരമായോ എന്ന ലെവലിലേക്ക് തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, പോസ്റ്റ് ചെയ്യൂല ആ ഒരു രീതിയിൽ. ബട്ട് ഈ വ്ളോഗ് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ വന്നിട്ട് ഞാൻ കാണാം. പിന്നെ ഫോർ ഫുൾ A+. നമ്മള് ഐ ഹോപ്പ് സോ യു ലൈക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഫേസിന്റെ എക്സ്പ്രഷൻ മാത്രം എടുക്കാം, ഗിഫ്റ്റ് ഒന്നും കാണിച്ചു കൊടുക്കണ്ട. കണ്ടാ എന്റെ കൈ പൊള്ളി. ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മുണ്ടൂര് എപ്പോഴും പോകുന്ന കഫേയാണ്. ആംബിയൻസും അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്. അട്ടപ്പാടിയും പോയില്ല, നെല്ലിയാമ്പതിയും പോയില്ല, എവിടെയും പോയില്ല. അതിന് പകരം നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മുണ്ടൂരുള്ള അയ്യർമലക്കാണ്. ഇതെത്ര ഞാൻ ഇതുവരെ പോയിട്ടില്ല, അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഹിഡൻ സ്പോട്ട് തപ്പിയപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. സോ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, എങ്ങനെയാണ് ഐ വിൽ ഷോ യു എവരിതിങ്. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഗൈസ് പോകുന്നത്. ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? ഇവിടെയുണ്ട്. അതേത് കാട്ടിന്റെ നടുവിലാണ് നമ്മളുള്ളത്. ഏത് സ്ഥലമാണ്? കാട്ടിന്റെ ഉള്ളിൽ വന്ന് പെടുകയും ചെയ്ത് പോണ്ട. അമ്മേ നാലുപേരും കൂടി കാടും മേളും കേറി നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴും വഴി തെറ്റി പോവാം. പക്ഷെ അവിടെ അയ്യോ വഴി തെറ്റി വേണ്ടിട്ട് നടുവിൽ നിന്നാ നമ്മൾ നിന്നോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നടുവിൽ നിൽക്കാന്ന്, പക്ഷെ ഇവര് എന്നെ എന്താ പറയാ തള്ളി ഇവിടെ എത്തിച്ചു. അതേപോലെ ലൈഫിൽ നമുക്ക് എവിടെന്നെങ്കിലും ആൾക്കാരനെ കിട്ടും. നമ്മുടെ ബുദ്ധിമുട്ട് നമ്മൾ വേണ്ടൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്കൊന്ന് പുഷ് ചെയ്യാൻ. പക്ഷെ പുഷ് ചെയ്താലും നമ്മൾ തന്നെ മുന്നോട്ട് പോയിക്കാനാ എന്തായാലും എവിടെയെങ്കിലൊക്കെ എത്തും. ഇതിനിടയ്ക്ക് കൂടെ കൊടുക്കുന്ന മോട്ടിവേഷൻ എല്ലാം പഠിച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതല്ല വ്യൂ പോയിന്റ്. ഇവിടെ നടത്താണ് അയ്യപ്പൻ കാവിട്ടാ. അപ്പോൾ അയ്യർമലയ്ക്ക് വരുന്നവർ ഇതാണ് അതിൻ്റെ വഴി. അതേ വന്നിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി മേടി കൂടി ഒന്ന് കയറിയാൽ മുടിയൊക്കെ ഫ്രീ ഹെയർ ഇട്ട് സെറ്റായിട്ട് വന്ന ഞാനാണ്. ഓ അതെ ഞങ്ങൾ എങ്ങനെയുണ്ട് നന്ദു? നേരെ വൈകൂടെ വരാണ്ട് കാട്ടിൽ കയറി വന്നിട്ട് എങ്ങനെയുണ്ട് കുഞ്ഞാറ്റ? സൂപ്പറല്ലേ? വൈബാക്കി തരാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ വരുന്നത്. ഇനി എത്ര കിലോമീറ്ററുകൾ താങ്ങണം? താഴെ വീണ നോക്കിട്ട് നന്ദു ഹായ് പറ. ഹായ് സമാധിയായി കഴി. അടിപൊളി വ്യൂ. ഞാൻ കാണിച്ചുതരാം. കല്ല് കാലി കുത്തണോ? നമ്മളങ്ങനെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. കയറിയതിനൊരു ഉപകാരം ഉണ്ടായി. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നിന്ന് വീട്ടിൽ പോയി ഉറങ്ങി നേരെ കവയ്ക്ക് പോകാമെന്ന് വെച്ച്. ഇത് ധോണി വഴി മലമ്പുഴയിലോട്ട് കയറുന്ന ഒരു റൂട്ടാണ്. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര നേച്ചറുമായിട്ട് ഇഴുകി ചേർന്നിട്ടുള്ള റൂട്ടാണ്. കവയിൽ ഒരുപാട് നേരം നിന്നില്ല. അവിടെ നേരെ ആനക്കല്ലിലോട്ട് പോയി. നിങ്ങൾ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു പനയൊക്കെ ആയിട്ട്. അവിടെ വെള്ളം വരുമ്പോഴാണ് അടിപൊളിയായിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ പോയപ്പോൾ അത്ര ഇതുണ്ടായിരുന്നല്ലോ. ബട്ട് സ്റ്റിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. കവയ്ക്ക് തിരിച്ചു പോകല്ലേ? അവിടെ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 9 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഞാൻ ഇവരെ വിളിച്ചിട്ട് വന്നതാണ് ഇവിടെ സെറ്റ് ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി
അതെങ്ങനെയാണ്? നോക്കിക്കോ. He's my brother. He's my brother. He's an American accent. ഞാൻ രണ്ട് മിനിറ്റാണ് കേട്ടോ. ഓ അവിടെ പൂഞ്ഞാൻ എന്തത് കുട്ടികൾ ഇവരൊക്കെ എന്നെ വിശ്വസിച്ചിട്ടാണ് കൈസ് ഇവരിനൊക്കെ എന്റെ കൂടെ വിട്ടിരിക്കുന്നത്. ഞാനാണ് ഇതിനൊക്കെ നോക്കേണ്ടത്. എന്താ കൈ അടിക്കണേ? ഈ ഒരു വ്ളോഗ് എന്താ പറയാ, ഞാൻ പോസ്റ്റ് ചെയ്തു എല്ലാ കോമാളിതരും എന്തൊക്കെയോ കാണിച്ച് അതൊക്കെ എഡിറ്റ് ചെയ്ത് എനിക്ക് ഓക്കെ തോന്നി ഞാൻ പോസ്റ്റ് ചെയ്താൽ നിങ്ങളത് കാണാം. ഇല്ലെങ്കിൽ എന്റെ ഗാലറി തന്നെ മെയിൻലി ഇവൾക്ക് വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ഡേ ഫുള്ള് പ്ലാൻ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, ഹാപ്പി. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനിയും നമ്മൾ ഫർദർ വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.